യേശുവിനെ ശുശ്രൂഷിച്ച ഒരു കൂട്ടം സഹോദരിമാരുടെ പേരുകൾ എഴുതി വച്ചിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ 7 ഭൂതം ബാധിച്ച മഗ്ദലക്കാരത്തി മറിയയും ഉണ്ടായിരുന്നു. എല്ലാ തിന്മകളുടെയും, എല്ലാ അപകടങ്ങളുടെയും, എല്ലാ അസമാധാനത്തിന്റെയും, എല്ലാ തകർച്ചകളുടെയും പിൻപിൽ ദുരാത്മാവാണ്. ഏത് അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, ഏത് വലിയ തകർച്ചകൾ നടക്കുന്നുണ്ടോ, സംശയിക്കേണ്ട, അതിന്റെ പിൻപിൽ ഒരു ദുരാത്മ മണ്ഡലം ഉണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ 10:10, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് കള്ളൻ സാത്താൻ വരുന്നത്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും സമൃദ്ധമായ ജീവൻ തരുവാനുമാണ് വന്നിരിക്കുന്നത്. മുടിക്കുന്നവനും അറുക്കുന്നവനും മോഷ്ടിക്കുന്നതിനുമായ ഒരു ദുരാത്മ മണ്ഡലം, സകല മനുഷ്യരുടെയും തകർച്ചയുടെ പിൻപിൽ, സകല രാജ്യങ്ങളുടെയും തകർച്ചയുടെ പിൻപിൽ ഈ ദുരാത്മ മണ്ഡലമുണ്ട്. ഈ ദുഷ്ടമണ്ഡലത്തെ തകർക്കാൻ ആശയങ്ങൾക്കോ ആദർശങ്ങൾക്കോ ഇസങ്ങൾക്കോ ഉന്നത വിദ്യാഭ്യാസത്തിനോ സമൂഹത്തിന്റെ നല്ലതായ ജീവിതചര്യകൾക്കോ ഒന്നും ഈ ദുഷ്ടമണ്ഡലത്തെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ മേൽ ദുരാത്മാവ് കയറുമ്പോൾ അവനെ മൃഗത്തെക്കാൾ വികലമാക്കി അവനെ മാറ്റുകയാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റുന്നില്ല. ഓരോ ദിവസത്തെ വാർത്തകളും ചരിത്രങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടുകയാണ്. സംശയിക്കേണ്ട, ഇതിന്റെ പിൻപിലെല്ലാം ദുരാത്മ മണ്ഡലമാണ്. എന്നാൽ ഇതിനെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. പക്ഷേ ഇതിനെ മാറ്റാൻ ഒരാൾ വന്നു. ആ വരവിനെ കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായിരിക്കുന്നു.